ജഡ്ജി തൂക്കാൻ വിധിക്കുന്നിരിക്കട്ടെ, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. നമ്മുടെ തൂക്കിക്കൊലയാണ് നമ്മുടെ വധശിക്ഷ എന്ന് പറയുന്നത്. മരണം വരെ തൂക്കിലിടുക എന്നുള്ളതാണ് വിധിക്കുന്നത്. അത് വിധിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെന്റ് ഫൈനൽ ആവത്തില്ല അന്നേരം. അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ അയക്കണം. മനസ്സിലായി? അതൊരു 6 മാസത്തിനകത്ത് ഹൈക്കോടതി തീരുമാനിക്കണമെന്നാണ് വെച്ചേക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് 1 വർഷമോ 2 വർഷമോ ഒക്കെ എടുക്കും. അപ്പോൾ ആ കൺഫർമേഷൻ ആകുമ്പോൾ അത് ജഡ്ജ്മെന്റ് ആയി. പിന്നെ അതിൽ നിന്ന് അയാൾക്ക് സുപ്രീം കോടതി കൊണ്ടുവന്ന് അപ്പീൽ കൊടുക്കാം. അപ്പോൾ അത് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി അവിടെ ചിലപ്പോൾ അതൊരു 3-4 വർഷമൊക്കെ എടുത്തുന്നിരിക്കും. കാരണം അത്രത്തോളം അവിടെ വർക്ക് പ്രഷർ അത്രയുണ്ട്. അത് കഴിഞ്ഞ് അവിടെയും കൺഫേം ചെയ്തെന്നിരിക്കട്ടെ, ഇയാൾക്ക് പ്രസിഡന്റിൻ്റെ അടുത്ത് ദയാഹർജി കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇത് പ്രസിഡന്റ് ശരിയായ രീതിയിൽ തീരുമാനം എടുക്കുന്നില്ല, നല്ല രീതിയിലൊന്നും അല്ല കൺസിഡർ ചെയ്തേക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അവകാശം വീണ്ടും ഉണ്ട്. അപ്പോൾ ആ റിവ്യൂ നടത്തിയിട്ട് ഇത് പ്രസിഡന്റ് ശരിയായിട്ട് തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ചയക്കാം. ആ രീതിയിലൊക്കെ കുറേ കാലം താമസം വരും. പിന്നെ അൾട്ടിമേറ്റ്ലി വരുന്ന ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്നത് അതാണ്. ഇയാൾ ഡെത്ത് പെനാൽറ്റിയിൽ ഇങ്ങനെ എല്ലാം കഴിയുമ്പോൾ പ്രസിഡന്റ് ദയാഹർജിയും തള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലാക്ക് വാറണ്ട് എന്ന് പറയുന്ന ഒരു വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ പേരെങ്ങനെ ബ്ലാക്ക് വാറണ്ട് എന്നാണ്. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സമയം അയാളെ തൂക്കിക്കൊല്ലാം.